ഹലോ, അസ്സലാമു അലൈക്കും. ഡ്രസ്സ് എടുക്കാൻ പോയതും ബാക്കി വിശേഷങ്ങളും എല്ലാം കണ്ടല്ലോ. നമുക്കിനി കല്യാണ വിശേഷങ്ങളിലേക്ക് വരാം. ഇന്ന് ഓഗസ്റ്റ് 18. ഇന്നാണ് അസിയുടെ നിക്കാഹ് ഡേ. കല്യാണത്തിന്റെ അന്ന് ഓഗസ്റ്റ് 20 ആയിരുന്നു ആദ്യം നിക്കാഹ് ഡിസൈഡ് ചെയ്തിരുന്നത്. പക്ഷേ അറബ് മാസം അനുസരിച്ച് ആ ദിവസം നിക്കാഹ് നടത്താൻ അത്ര നല്ല ദിവസമല്ല എന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ നിക്കാഹ് ഓഗസ്റ്റ് 18 മൺഡേ തീരുമാനിച്ചു. രാവിലെ തന്നെ അസിയും ഇക്കായും അതുപോലെ എൻ്റെ മാമച്ചിമാരും വല്യാമ്മ അങ്ങനെ എല്ലാവരും ദേ റെഡിയായി പള്ളിയിൽ ഉസ്താക്കന്മാരും ഒക്കെ ആയിട്ട് ഒരു 9:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. കടുവയിൽ മുസ്ലിം ജമാഅത്തിൽ വെച്ചിട്ടാണ് കേട്ടോ നിക്കാഹ് വരുന്നത്. നമ്മുടെ ബ്രൈഡ് ഷബാനയുടെ വാപ്പാടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ ഒരു പള്ളിയിൽ വെച്ച് തന്നെ നിക്കാഹ് നടത്തണമെന്ന്. അങ്ങനെ ദേ ഇവരെല്ലാവരും റെഡിയായി പോവാണ്. ഇന്നിപ്പോ നിക്കാഹിന് എന്തായാലും ചെക്കനും നമ്മുടെ പെണ്ണിന്റെ വാപ്പാക്കും മാത്രമാണല്ലോ റോള്. ബാക്കിയുള്ളവർക്കൊന്നും ഒരു റോളും ഇല്ല. അപ്പോൾ ഇവര് പോയി ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നിക്കാഹൊക്കെ നടത്തി കഴിഞ്ഞു. തിരിച്ചെത്തി ട്ടോ. അവിടെ ചെന്നതിന് ശേഷം വീഡിയോയും ഒന്നും കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. പള്ളിയുടെ ഉള്ളില് നിക്കാഹ് നടത്തുമ്പഴത്തേക്കും വീഡിയോ എടുത്തോണ്ടിരിക്കാനും അതും ആർക്കും ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. അപ്പോ ഇവര് കുറച്ച് ഫോട്ടോസും സെൽഫിയൊക്കെ അയച്ചു തന്നു. ഇക്ക 1, 2 ഫോട്ടോസൊക്കെ അയച്ചു തന്നതേ ഉള്ളൂ ട്ടോ. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവര് വന്നപ്പഴത്തേക്കും എനിക്കും ഉമ്മച്ചിക്കും ഒക്കെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് തന്നെ അവരുടെ ഷബാനയുടെ വീട്ടുകാര് ഞങ്ങളെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ തന്നു വിട്ടു. ഞങ്ങളിവിടെ ഫുഡും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇനിയിപ്പോ 2 ദിവസേ ഉള്ളൂ കല്യാണത്തിന്. എന്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് മേടിക്കണം. ഒരുപാട് പണിയുണ്ട്. പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ആന്റി ഉണ്ട്. അതോടൊപ്പം തന്നെ ഞാനും എവിടുന്നൊക്കെയോ ക്ലീൻ ചെയ്യുന്നുണ്ട്. ആമിയുണ്ട് കയ്യില്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോരോ പണിയിലാണ്. ദേ കണ്ടില്ലേ നമ്മുടെ വീട് പെയിന്റ് അടിച്ചു. പെയിന്റ് അടിക്കും, മഴ പെയ്യും. ഇതായിരുന്നു അവസ്ഥ. ഈ ശരിക്കും പറഞ്ഞാല് ഈ ഓഗസ്റ്റ് 17 വരെ മഴ ഇങ്ങനെ നിർത്താണ്ട് പെയ്തോണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പെയിന്റിംഗ് നടന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ 17 കൂടി പെയിന്റിംഗ് സ്റ്റോപ്പ് ചെയ്തു. ഇനിയിപ്പോ ബാക്കി വേണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നെ ആള് വന്നിട്ട് ബാക്കി കംപ്ലീറ്റ് പെയിന്റ് ചെയ്ത് തന്നു ട്ടോ. ഇന്നിനിയിപ്പോ നമ്മുടെ വീട്ടില് പ്രത്യേകിച്ച് ഫംഗ്ഷനായിട്ടും അങ്ങനെയൊന്നുമില്ല. ഇന്നിപ്പോ വൈകുന്നേരം ആവുമ്പോ നമ്മുടെ ഇവന്റ് മാനേജ്മെന്റിന്റെ ആൾക്കാര് വീട്ടില് വന്ന് ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് തരും. പിന്നെ നമ്മള് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത ഐറ്റംസ് ഒക്കെ ഒന്ന് മേടിക്കണം. ഇനി ലാസ്റ്റ് മിനിറ്റ് ആണല്ലോ എപ്പോഴും ഓരോ ഹറിബറി വരുന്നത്. പിന്നെ നമ്മുടെ മെഹന്തിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഹാമ്പർ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് കുറച്ച് മേടിക്കണം. നെറ്റ് അതുപോലെ തന്നെ ഫ്ലവേഴ്സ്. എൻഗേജ്മെന്റിന് ഞാനാണല്ലോ ഹാമ്പർ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു മെഹന്തിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അവളിപ്പം ബാംഗ്ലൂരാണ്. അവർക്കൊരു ഹാൻഡി ഗിഫ്റ്റ്സ് എന്ന് പറയുന്ന ഹാമ്പേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന അതേപോലെ ഗിഫ്റ്റൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അവരാണ് സാധാരണ എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ എൻഗേജ്മെൻറ്റും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചേനെ. പക്ഷേ അതിന് സമയം ഞാൻ പറഞ്ഞിരുന്നല്ലോ സമയമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ